ഗ്രാമങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിവരിക അവിടങ്ങളിലെ ലളിതമായ ജീവിതങ്ങളെക്കുറിച്ചാണ്. പച്ചവിരിച്ച വയൽവിതാനങ്ങൾ, കൊച്ചരുവികൾ, ആത്മീയത തളം കെട്ടി നിൽക്കുന്ന ചെറുസ്രാമ്പികൾ, മഞ്ഞ പെയിന്റടിച്ച കൊച്ചു സ്കൂൾ കെട്ടിടങ്ങൾ, ചുമരിലെ കുമ്മായമടർന്ന നെയിം ബോർഡിലെ അക്ഷരങ്ങൾ മാഞ്ഞ പോസ്റ്റ് ഓഫീസുകൾ, ഇവയെല്ലാം ഗ്രാമങ്ങളിൽ മാത്രം കണ്ടുവരുന്ന കണ്ണുകുളിർപ്പിക്കുന്ന കാഴ്ചകളാണ്. കാസർഗോഡ് ജില്ലയിലെ കോളിയൂർ ഗ്രാമത്തെക്കുറിച്ച് പറയുമ്പോഴും ഇത്തരം കാഴ്ചകൾ നമ്മിലേക്ക് ഓടിയെത്തും. മഞ്ചേശ്വരം താലൂക്കിൽപ്പെടുന്ന ഈ കൊച്ചു ഗ്രാമത്തിലേക്ക് മജീർ പള്ളത്ത് നിന്ന് 1 കിലോമീറ്റർ ദൂരമുണ്ട്. പൊട്ടിപ്പൊളിഞ്ഞ പാതയാണെങ്കിലും ഗ്രാമത്തിലേക്കെത്തുമ്പോൾ അവിടുത്തെ പ്രകൃതി രമണീയത യാത്രയുടെ ദുർഘടത്തെ നിങ്ങളുടെ മനസ്സിൽ നിന്നും മായ്ച്ചു കളയും എന്നത് ഉറപ്പാണ്. പഴമ കൈവിടാത്ത കെട്ടിടങ്ങളും ആളൊഴിഞ്ഞ ചെറുപാതകളും ഗ്രാമത്തിലെ കാഴ്ചയാണ്. ഗ്രാമത്തിന്റെ ആത്മീയ സ്തംഭങ്ങളായി കോളിയൂർ ജുമാ മസ്ജിദും ക്ഷേത്രവും നിലകൊള്ളുന്നു. കോളിയൂർ ജുമാ മസ്ജിദ് പരമ്പരാഗതമായി ആരാധനാ കർമ്മങ്ങളെല്ലാം മുറ തെറ്റാതെ നടക്കുന്ന കേന്ദ്രമാണ്. മസ്ജിദിനോട് ചേർന്ന് നൂറുൽ ഇസ്ലാം എന്ന പേരിൽ ഒരു ചെറിയ മദ്രസയും ഗ്രാമത്തിലുണ്ട്. ജനങ്ങളിൽ നിന്നുള്ള ചെറിയ ചെറിയ തുകകൾ ശേഖരിച്ചും പണക്കാരുടെ സഹായം കൊണ്ടുമാണ് മദ്രസയിലെയും പള്ളിയിലെയും കാര്യങ്ങൾ നീങ്ങുന്നത്. നാട്ടുകാർ പറയുന്നതനുസരിച്ച് ഇപ്പോഴുള്ള മസ്ജിദ് 3 തവണ പുതുക്കി നിർമ്മിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കാനായി. പണ്ട് ജനനിബിഡമായ പ്രദേശമായിരുന്നു കോളിയൂരെന്നും ഇങ്ങോട്ട് എത്തിച്ചേരാനുള്ള യാത്രാ ദുർഘടം കണക്കിലെടുത്ത് പതിയെ ആളുകൾ കോളിയൂർ വിട്ടുപോയി എന്നുമാണ് ജനങ്ങൾ പറയുന്നത്. നാടുവിട്ടെങ്കിലും കോളിയൂരിനെ കുറിച്ചുള്ള സ്മരണകൾ അവരിൽ നിലനിൽക്കുന്നുണ്ട് എന്നത് സന്തോഷകരമാണ്. എല്ലാ മാസവും നിശ്ചിത തീയതികളിൽ ആത്മീയ മജ്ലിസുകൾ നടക്കും. കോളിയൂരിന്റെ തനതായ ഏകദേശം 3/4 നൂറ്റാണ്ട് പഴക്കമുള്ള ദഫ്മുട്ട് വേറിട്ട കാഴ്ചയാണ്. ഒരു സംഘം ആളുകൾ ദഫുമായി വൃത്തത്തിലോ ചതുരത്തിലോ ദീർഘചതുരത്തിലോ ആയി ഇരിക്കുകയും വൃത്തത്തിന് നടുവിലും വൃത്തത്തിന് പുറത്തുമായി ഓരോ വിധം പാട്ടുകാർ ഇരിക്കുകയും അവർ 10 തരത്തിലുള്ള ബൈത്തുകൾ പാടുകയും സംഘം ദഫ് മുട്ടുകയും ചെയ്യുന്നത് കോളിയൂരിന്റെ തനത് പൈതൃകമായി നമുക്ക് മനസ്സിലാക്കാനാകും. ആദി അമൈത്ത, അധിക മനോഹര, ഷേഖുൽ ഇസ്ലാം ഖാസിം, യാ ബഗ്ദാദി, അല്ലാഹു കരീം, ബദ്രീങ്ങളെ ശുഹദാക്കളെ, ഖബറെന്ന മണ്ണറ തന്നിൽ എന്നീ തുടങ്ങുന്ന വരികളാണ് ദഫിനോടൊപ്പം ഇവർ ആലപിക്കുക. കോളിയൂരിലെ ഈ ദഫ് സംഘം പുറം നാടുകളിലേക്കും തങ്ങളുടെ ഈ കലാരൂപവുമായി കടന്നു ചെല്ലാറുണ്ട്. ദഫിൽ നിന്ന് കിട്ടുന്ന വരുമാനം പള്ളിയുടെയും മദ്രസയുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് എടുക്കുക. 3 മണിക്കൂർ സമയമാണ് ഈ കലാരൂപം അവതരിപ്പിക്കാൻ ഇവർക്ക് ആവശ്യമായിട്ടുള്ളത്. സൈഫുൽ ഹുദ എന്നാണ് ഈ സംഘത്തിന്റെ പേര്. മൊയ്തീൻ കുഞ്ഞി, അഹമ്മദ് അബ്ദുള്ള ഉള്ളിയിൽ, മോനു ഹാജി എന്നീ 3 നേതാക്കളുടെ കീഴിലായിരുന്നു ഈ സംഘം പ്രവർത്തിച്ചു വന്നിരുന്നതെന്ന് ഇപ്പോഴത്തെ പ്രസിഡന്റ് അബൂബക്കർ എന്നിവർ അഴവിറക്കി. 100 വീടുകളുള്ള കോളിയൂർ മഹല്ലിൽ ജുമാ നിസ്കാരാനന്തരം മുഴുവൻ പ്രാർത്ഥനകളും കർമ്മങ്ങളും കഴിയാതെ ഒരാളും തിരിഞ്ഞു പോകില്ല എന്നത് ഒരു പ്രത്യേകതയായി തോന്നി. ഇമാമിന്റെ പ്രസംഗവും പാവപ്പെട്ടവർക്കുള്ള സഹായവും തുടങ്ങി എല്ലാം കഴിഞ്ഞാണ് ഈ ആളുകൾ പിരിഞ്ഞു പോവുക. 35-36 വർഷത്തെ വിഷയങ്ങളെല്ലാം ഏകദേശം പറയാൻ കഴിയും. എല്ലാ നിരക്കും ഒത്തൊരുമയോടെ ഐക്യത്തോടുകൂടി ജീവിക്കുന്നവരാണ് ഇവിടെയുള്ള നാട്ടുകാരെല്ലാം. നല്ല ഐക്യത്തോടെ ഒരു ഭിന്നതകളില്ലാതെ ജീവിക്കുന്നവരാണ്. അതുപോലെ തന്നെ മഹാന്മാരെ, പ്രത്യേകമായി ഗൗസല്ലാദും തങ്ങളെ, റിഫാഷ് തങ്ങളെ എല്ലാ മാസവും ഇവിടെ സ്മരിക്കുന്നുണ്ട്. ലക്ഷദ്വീപിൽ നിന്നുള്ള സയ്യിദ് കോയ എന്നിവരാണ് ഈ പള്ളി ഉദ്ഘാടനം ചെയ്തത്. ദഫ്മുട്ടിന്റെ വാർഷികം നടക്കുന്ന സമയത്ത് ജുമുഅ നിസ്കാരത്തിനു ശേഷമായിരിക്കും ജനറൽ ബോഡി കൂടുക. ഇതിൽ വെച്ച് പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുകയും ജനറൽ ബോഡിയും അനുബന്ധ ക്രിയകളും കഴിയുമ്പോൾ സമയം ഏറുന്നതുകൊണ്ട് മീറ്റിംഗിൽ പങ്കെടുക്കുന്നവർക്ക് പ്രത്യേകമായി കഞ്ഞി വെക്കുന്ന ശൈലിയും ഇവിടെയുണ്ട്. ദഫ് സംഘത്തിനു നേതൃത്വം നൽകുന്ന വ്യക്തിക്ക് തന്നെയാണ് കഞ്ഞി ഉണ്ടാക്കാനുള്ള നേതൃത്വ ചുമതല. ദഫ് വാർഷികം നടക്കുന്ന സമയത്ത് കേരളത്തിലെയും കർണാടകയിലെയും പ്രസിദ്ധരായ പണ്ഡിതന്മാരെയും പ്രഭാഷകരെയും ഗ്രാമത്തിലെത്തിക്കും. 50 പൈസ കൊടുത്താണ് താൻ ഈ സംഘത്തിന്റെ മെമ്പർഷിപ്പ് നേടിയതെന്ന് ഇപ്പോഴത്തെ അമീർ അബൂബക്കർ എന്നിവർ പറഞ്ഞു. ഇപ്പോൾ സംഘത്തിന്റെ സമിതിയിൽ 350 അംഗങ്ങളുണ്ട്. ആധുനികതയുടെ അതിപ്രസരണം നടക്കുന്ന ഈ സമയത്തും തങ്ങൾക്ക് പരമ്പരാഗതമായി തങ്ങളുടെ മുൻഗാമികളിൽ നിന്ന് കൈമാറി കിട്ടിയ ഈ പൈതൃകത്തെ ലോകത്തിനു മുമ്പിൽ പ്രദർശിപ്പിക്കാൻ കോളിയൂരിന് കഴിയുന്നുണ്ട് എന്നത് പ്രശംസനീയമാണ്. ആ പൈതൃകത്തെയും പാരമ്പര്യത്തെയും അവർ ആവുന്നിടത്തോളം കാലം കാത്തു സൂക്ഷിക്കുമെന്ന് നമുക്ക് ആശിക്കാം.
ആയവറളവില്ലാ വിസമറിവത് വാജിബതായേ.